മായാനിദ്രയിൽ സ്വന്തം പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്ന ഒരു യുവാവ്. തമിഴ്നാട്ടിലെ ഗോമുഖി എന്ന രാജ്യത്ത് ജനിച്ച ഒരു യോദ്ധാവായിരുന്നു താനെന്ന് പറഞ്ഞ അയാൾ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുന്നു. അന്നത് കേട്ടപ്പോൾ ആദ്യം അമ്പരപ്പാണ് തോന്നിയത്. ഒരാൾക്ക് പല ജന്മങ്ങളുണ്ടെന്നത് വിവിധ മതവിശ്വാസങ്ങളുടെ ഭാഗമാണ്. ഇത് സംബന്ധിച്ച് നിരവധി പഠന ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു കണ്ടെത്തലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പൂർവ്വജന്മത്തിലും പുനർജന്മത്തിലുമൊക്കെ വിശ്വസിക്കുന്നവർ നിരവധിയാണ്. ശാസ്ത്രം പുരോഗമിച്ചിട്ടും ആഗോളതലത്തിൽ തന്നെ പ്രശസ്തരായ പലരും ഇക്കാര്യത്തിൽ തങ്ങളുടെ വിശ്വാസം പലവട്ടം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മരിച്ചുപോയ ചിലരോട് സാമ്യമുള്ള അല്ലെങ്കിൽ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മയുള്ള ചിലരെക്കുറിച്ചും കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. ഒടുവിൽ കേരളത്തിലെ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് അടുത്ത് നടത്തിയ ചില പരാമർശങ്ങളും വാർത്താ പ്രാധാന്യം നേടിയിരുന്നല്ലോ. പൂർവ്വജന്മവും പുനർജന്മവും ഒക്കെ ഉണ്ടെന്നോ ഇല്ലെന്നോ 100% തർപ്പിച്ചു പറയുന്നതിൽ മാനവരാശിക്ക് ഇന്നും പരിമിതികളുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ നമ്മളെപ്പോലെ തന്നെയുള്ള ചിലർ ഇതൊക്കെ നിസ്സാരമായി തങ്ങൾക്ക് അറിയാനാകുമെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പരീക്ഷിച്ചറിയാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അനൂപ് ആനന്ദ യോഗി എന്നായിരുന്നു ഞങ്ങൾ സമീപിച്ചയാളുടെ പേര്. മൂന്നാറിൽ ഹോളിസ്റ്റിക് സെന്റർ നടത്തുന്ന കോഴിക്കോട് സ്വദേശി. പുനർജന്മം പൂർവ്വജന്മം എന്നു വേണ്ട, നമ്മൾ അത്ഭുതത്തോടെ കേൾക്കുന്ന പലതിലും അറിവുണ്ടെന്ന് അവകാശപ്പെടുന്നയാൾ. സൈക്കോളജിയിലും ഫിലോസഫിയിലും അടക്കം ഉന്നത വിദ്യാഭ്യാസമുണ്ടെന്നാണ് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത്. നാഗർകോവിൽ ശിവസിദ്ധ ട്രഡീഷനാണ് താൻ പിന്തുടരുന്നതെന്നും അനൂപ് ആനന്ദ യോഗി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗുരു മഹാവതാർ ബാബാജിയാണ്. AD 203 ജനിച്ച് ഇപ്പോഴും ഹിമാലയത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നയാൾ. ശിവനാഡി ശിവസൂക്ഷ്മവും അഗസ്ത്യനാഡിയും ഒക്കെ മനസ്സിലാക്കിയാണ് തന്റെ പൂർവ്വജന്മം അറിഞ്ഞതെന്ന് അനൂപ് ആനന്ദ യോഗി പറഞ്ഞു. ആദ്യം സ്വയം ചെയ്തു നോക്കി, പിന്നെ ആയിരക്കണക്കിന് പേരുടെ പൂർവ്വജന്മം കണ്ടെത്തിയിട്ടുണ്ടെന്നും അനൂപ് അന്ന് അവകാശപ്പെട്ടു. ആളുകളെ ഹിപ്നോട്ടിസത്തിന് വിധേയരാക്കിയ ശേഷമാണ് പൂർവ്വജന്മം കണ്ടെത്തുക. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ മായാനിദ്രയിൽ കഴിഞ്ഞ ജന്മത്തിലേക്ക് കൊണ്ടുപോകും. പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ അമ്പരന്നു. ഇതൊക്കെ സത്യം തന്നെയാണോ? മുറിയിൽ പ്രത്യേക പ്രകാശ സജ്ജീകരണങ്ങളൊക്കെയുണ്ട്. ആളുകളെ പൂർവ്വജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത് പകർത്താൻ ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ട്. അനൂപ് ആനന്ദ യോഗിക്ക് ഒപ്പമുണ്ടായിരുന്ന പാലക്കാട് സ്വദേശി സന്തോഷ് എന്ന് പരിചയപ്പെടുത്തിയ യുവാവാണ് ആദ്യം പരീക്ഷണത്തിന് വിധേയനായത്. ഹിപ്നോട്ടിസത്തിന് വിധേയനാക്കാൻ അനൂപ് ശ്രമിച്ച് അല്പസമയത്തിനകം തന്നെ സന്തോഷ് ഉറങ്ങിയ മട്ടിലായി. പിന്നെ പതിഞ്ഞ താളത്തിൽ സംസാരം. ആരാണ് എന്ന ചോദ്യത്തിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച ഒരാളാണെന്ന മട്ടിലായിരുന്നു മറുപടി. പറഞ്ഞു വന്നപ്പോൾ ഗോമുഖി എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന യോദ്ധാവായിരുന്നു അയാൾ. ഇതേ പേരിൽ തമിഴ്നാട്ടിൽ ഒരു സ്ഥലമുണ്ടെന്ന് പിന്നീട് ഗൂഗിളിൽ തെരഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ ചോദ്യവും മറുപടിയും എല്ലാം കേട്ടപ്പോൾ ആകെ ഒരു വശക്കേട്. രണ്ടുപേരും തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെയായിരുന്നു എല്ലാം. പിന്നീട് ഞങ്ങൾ രണ്ടുപേർ അനൂപ് ആനന്ദ യോഗിയുടെ മുമ്പിൽ പരീക്ഷണത്തിന് വിധേയരായി. ഹിപ്നോട്ടിസത്തിന് വിധേയരാക്കാൻ പോലും അനൂപ് ആനന്ദ യോഗിക്ക് അന്ന് കഴിഞ്ഞില്ല. പിന്നെയല്ലേ പൂർവ്വജന്മം അറിയുന്നത്. മാനസിക നിലയിൽ വ്യത്യാസമുള്ളതിനാലാണ് അതെന്നായിരുന്നു അനൂപ് ആനന്ദ യോഗിയുടെ മറുപടി. കാണാൻ നല്ല ലുക്കൊക്കെ ആണെങ്കിലും ഒരു ആത്മീയ വ്യാപാരിയിൽ കവിഞ്ഞുള്ള സിദ്ധിയൊന്നും അദ്ദേഹത്തിന് ഇല്ലെന്നാണ് അന്ന് ബോധ്യമായത്. പൂർവ്വജന്മം പറഞ്ഞു തരുമെന്ന് പറയുന്ന മിക്കവരും ഇത്തരത്തിൽ അന്ധവിശ്വാസവും ദുർബലമായ മനോനിലയുമൊക്കെ മുതലെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഊഹാപോഹങ്ങൾക്കും കെട്ടുകഥകൾക്കുമൊക്കെ അപ്പുറം ഇതിൻ്റെയൊക്കെ സത്യം എന്നെങ്കിലും അറിയാനാകുമോ?